ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം 104 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സരസ്വതി വിദ്യാലയത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പങ്കുചേർന്ന നിങ്ങളുടെ കൂടെയും പങ്കാളികളാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. രണ്ടാമത് എന്നെ ഈ പരിപാടിക്ക് നിരന്തരം വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ എത്തിച്ച എൻ്റെ ക്ലാസ്മേറ്റും നിങ്ങളുടെ നാട്ടുകാരനുമായ CT ബാബുവിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമുണ്ടാവില്ല. നിങ്ങളെ മാത്രം പ്രശ്നമല്ല, കൈപ്പറ്റക്കാരുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൽ എവിടൊക്കെ ആളുകളുണ്ടോ അവർക്കൊന്നും ക്ലാസ് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ എന്തായാലും ഒരു ക്ലാസ്സിനായിട്ട് ഞാൻ നിങ്ങളുടെ വരുന്നില്ല. ഞാൻ എൻ്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു, പങ്കുവെക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് കൈയടിക്കുമോ? അതുപോരാ, കുറച്ചും കൂടി ആയിക്കോട്ടെ. സന്തോഷമായി. ഈ അറിവ് എന്ന് പറയുന്നത് ആരുടെയും ഒരു കുത്തകയല്ല. കുത്തകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ക്രോം വന്നോടുകൂടി ആർക്കൊക്കെയാണോ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒക്കെ അറിവ് കൂടെ വരും. അപ്പൊ എനിക്കുള്ള പരിമിതമായ അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എനിക്കുള്ള അറിവ്, ഇല്ലാത്ത അറിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്കും തരണോ, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്കും തരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈ ആൻഡ് സെൽ. റെഡിയാണോ? ആണോ? ആണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങളൊരു പള്ളിയിലച്ഛന്റെ പ്രസംഗം കേൾക്കണ പോലെയോ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കേൾക്കണ പോലെയോ എൻ്റെ ക്ലാസ് നിങ്ങൾ കാണണ്ട. ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എണീറ്റെന്ന് ഉത്തരം പറയണോ? റെഡിയാണോ? ചിലവരൊക്കെ കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചു. കാരണം കുട്ടീനെ മടിയിലുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂല എന്നുള്ള ഒരു ആശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും മാറ്റി വെച്ചോളി. എന്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ പോലീസിനെ ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ് ചോദ്യം. മനസ്സിലായോ? വാക്ക് മനസ്സിലായോ? ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്. ആരെയും നോക്കണ്ട. ഞാൻ നിങ്ങളെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് ചോദിക്കുന്നത്. അത് ആഴ്ചമ്പ് കയ്യൊന്തിച്ചു അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൈ കഴിഞ്ഞാൽ മോശമല്ലേ, ഇങ്ങേപ്പുറത്ത് ബാത്തും കയ്യൊന്തിച്ചു, അപ്പൊ ഞാൻ അങ്ങനെ മോശം വിചാരിക്കേണ്ട. നിങ്ങൾ മാത്രം കൈ മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവും. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും ആളുകൾ പോലീസിനെ ഇഷ്ടമുണ്ടാവുമെന്ന് കൈ പൊന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്താ? 80% ആളുകൾക്കും കണ്ടുകൂടാത്ത ഒരു വിഭാഗമാണ് ആര്? ഞങ്ങള്. പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ വേണോ, കൊടി പൊന്തിക്കാൻ ഞങ്ങൾ വേണോ, റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ വേണോ, കിറ്റ് കൊടുക്കാൻ ഞങ്ങൾ വേണോ, എന്തെങ്കിലും ഒരു പൊതു പരിപാടി നടക്കുകയാണെങ്കിൽ ആനേന്റെ കൂടെ എന്ത് വേണോ, ഒരു പോലീസും കൂടി ഉണ്ടെങ്കിലേ അങ്ങനെ ചന്ത ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ചന്തത്തിന് മാത്രമാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ ഈ ആളുകൾക്ക് പോലീസിനെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴാണ്. ഞാൻ 50 പെണ്ണ് കാണാൻ പോയ ആളാണ്. അതിൽ 49 എനിക്ക് കിട്ടാതെ പോയത് എനിക്ക് വലിയ നിറമില്ലാഞ്ഞിട്ടോ എനിക്ക് കൊന്തർമല്ലുണ്ടായിട്ടോ എൻ്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലാഞ്ഞിട്ടോ ഒന്നല്ല. ഞാൻ പോലീസ് ആയതുകൊണ്ടാണ് ഈ സാധനങ്ങൾ 10-40 എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഞാൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കൈ പൊന്തിക്കാത്തവരോട് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോലീസിനെ ഇഷ്ടപ്പെടാത്തത് എന്ന്. ഞാൻ കൈ പൊന്തിക്കാത്തവരോട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാവും. നേരിട്ടുള്ള നിങ്ങളെ അനുഭവങ്ങൾ ഉണ്ടാവും, സോഷ്യൽ മീഡിയയുടെ കണ്ട അനുഭവങ്ങൾ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട അനുഭവങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഊഹിച്ചെടുത്തുണ്ടാവും. അപ്പൊ അത് നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഇനി രണ്ടാമത്തത് കരുതാം കുരുന്നുകളെ എന്നാണ്. അതാണല്ലോ നമ്മളെ വിഷയം. ഇതിൽ രക്ഷിതാക്കളായുള്ള ആളുകളൊന്ന് കൈബന്ധിച്ചാട്ടെ. രക്ഷിതാക്കളായ അതിൽ കൈബന്ധിക്കാത്തവരുണ്ടോന്ന് ഞാൻ നോക്കണേ. ഇപ്പൊ സംശയമായില്ലേ? കുറെ ആൾക്കാർ കൈതാത്തി. ആരാണ് രക്ഷിതാവ് എന്ന് ഒരു ബോധ്യം ഉണ്ടായാൽ മാത്രമേ ആ ക്ലാസ് നിങ്ങൾക്ക് വേണോ വേണ്ടേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ എല്ലാവരും ഒരു സംശയം വരുന്നത്, രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ വാപ്പിമ്മയാവണം എന്നൊരു സംശയം ഉണ്ടാവും. ആരാണോ കുട്ടിയെ നോക്കി സംരക്ഷിക്കുന്നത് അവർക്കൊക്കെ ഈ ഉത്തരവാദിത്തമുണ്ട്. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചോദ്യം, കൈ പൊന്തിച്ചാൽ മതി, ആരും ഉത്തരം പറയണ്ട. എന്താണ് നിങ്ങളുടെ ശരീരത്തിന്റെ സ്മെല്ല് എന്നാണ് എന്റെ ചോദ്യം. എന്താണ് നിങ്ങളുടെ ശരീരത്തിന്റെ മണം? നിങ്ങൾക്ക് മണം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? എന്താണ് നിങ്ങളുടെ ശരീരത്തിന്റെ മണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോരുണ്ടെങ്കിൽ കൈ പൊന്തിച്ചാട്ടെ. മണത്തോളി, നല്ല മണത്തോളി. ചിലർ മണത്തൊക്കെ ഉണ്ട്.
കാരണം ഈ ക്ലാസ് കൊണ്ട് നിങ്ങളെ ശരീരത്തിന് മണം ഉണ്ടോ എന്നൊരു സംശയമെങ്കിലും തീരാനായല്ലോ. കൈ പൊന്തിച്ചോളി. ഇനി കൈ പൊന്തിക്കാത്ത നിങ്ങൾക്ക് മണം ഫീൽ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നിങ്ങൾ കാണേണ്ട ഡോക്ടർ പല്ല് ഡോക്ടറല്ല, നിങ്ങൾ പോയിട്ട് ENT കാണണം. നിങ്ങൾക്ക് എന്തോ നാസൽ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് എന്തോ നാസൽ അതായത് മൂക്കുമായി ബന്ധപ്പെട്ട ഗ്രന്ഥിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് നിങ്ങളെ സ്മെല്ല് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, കൈ താത്തിക്കൊള്ളി. നമുക്ക് ശരീരത്തിന് ഓരോ ഭാഗത്തും ഓരോ സ്മെല്ലുകളാണ്. ഞാൻ നിങ്ങൾക്കെന്ന് പറയില്ല, നമുക്ക്. നമ്മുടെ വേർപ്പിന് സ്മെല്ലാണ്, മൂത്രത്തിന് വേറെ സ്മെല്ലാണ്, രക്തത്തിന് വേറെ സ്മെല്ലാണ്, നമ്മളെ മോണയ്ക്ക് വേറെ സ്മെല്ലാണ്. നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ സ്മെല്ലാണ്. നമ്മളെ ശരീരത്തിന്റെ സ്മെല്ല് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്മെല്ല് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് പറ്റണം? നമ്മൾ അയാളോട് അടുത്ത് നിൽക്കണം, എന്നാലേ അറിയുള്ളൂ. ഞാനിത് പറയാൻ കാരണം, ഇനി നിങ്ങളുടെ അടുത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കുട്ടികളുടെ സ്മെല്ല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ്. എന്താണ് അതിന്റെ ചോദ്യത്തിന്റെ അതിന്റെ വ്യാപ്തി എന്താണ്? നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അടുത്ത് പിടിക്കുന്നുണ്ടോ, ചേർത്ത് പിടിക്കുന്നുണ്ടോ, ഉമ്മ വെക്കുന്നുണ്ടോ, ഒരുമിച്ച് കിടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അതിന്റെ ചോദ്യം. നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, കുട്ടിയെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ എന്ത് മനസ്സിലാവുള്ളൂ? കുട്ടീന്റെ സ്മെല്ല് എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പോ നമുക്ക് ഈ എന്താ പറയാ, സമൂഹത്തിൽ ഒരുപാട് സാധനങ്ങൾ ചവയ്ക്കാനും കഴിക്കാനും കുടിക്കാനൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ലഹരി പദാർത്ഥമായ സാധനങ്ങളും വാങ്ങി കഴിക്കുന്ന കുട്ടികളും രുചിക്കുന്ന കുട്ടികളും മണക്കുന്ന കുട്ടികളും പുകയ്ക്കുന്ന കുട്ടികളും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കുട്ടികൾ ആ ഒരു വഴിവിട്ട മേഖലയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് മണത്തു നോക്കണം. നോക്കാത്തവരൊന്ന് പോയി മണക്കണം എന്ന് ഞാൻ പറയുമ്പോൾ, ഇത് പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളെ പോയി ഉമ്മ വെക്കാനോ കൂട്ടി പിടിക്കാനോ ചെയ്താൽ കുട്ടികളിരുന്ന് എന്തിട്ടും നിങ്ങൾക്ക് അടി കിട്ടും. കാരണം എന്താണ്? കുട്ടികളുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്താൽ മാത്രമേ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെക്കാളും അറിവുള്ള കുട്ടികളാണ്, നമ്മളെക്കാളും കഴിവുള്ള കുട്ടികളാണ്, നമ്മളെക്കാളും കൗശലമുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ആ ഒരു ബോധ്യം രക്ഷിതാക്കളായ നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം. അതാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? രക്ഷിതാക്കളായ ഞാനടക്കമുള്ള നമ്മളെക്കാളും അറിവും വിവരവും ബുദ്ധിയും കൗശലവുമുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഇനി അതിന് ഇത് കുട്ടികളാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അധ്യാപകരായിട്ടുള്ള കുറെ ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാവും, എന്തൊക്കെയാണ് കുട്ടികൾ പറയുന്നത്, എന്തൊക്കെയാണ് കുട്ടികളുടെ കഴിവ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇതേപോലെ ഒരു 4ാം ക്ലാസ്, സ്ഥലം ഞാൻ പറയുന്നില്ല, 4ാം ക്ലാസ്സിൽ ഇതേപോലെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഞാനൊരു കാര്യം ചോദിച്ചു, മൊബൈൽ ഫോണിന് ലോക്ക് ഉണ്ടോ? നിങ്ങൾ അതേപോലെ ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ കുറെ രക്ഷിതാക്കളുണ്ട്. അപ്പൊ ഞാൻ അവരോട് ഈ മൊബൈൽ ഫോൺ കുട്ടികൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മൊബൈൽ ഫോണിന് ലോക്ക് ഉണ്ടോ? ഭൂരിഭാഗം പറയാം, ഒരു 98% ആളുകൾക്ക് ലോക്ക് ഉണ്ട്, ഒരു 2% ആളുകൾക്ക് ലോക്ക് ഇല്ലാത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ രക്ഷിതാക്കളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മൊബൈൽ ഫോണിന് ലോക്ക് ഇടുന്നത്? നിങ്ങളെ മൊബൈൽ ഫോണിന് ലോക്ക് ഉണ്ടോ? എന്റെ കണ്ണിക്ക് നോക്കി ചിരിക്കണ്ട, ഉണ്ടോ അല്ലേ? ഉണ്ട്. എന്തിനാ നിങ്ങൾ ലോക്ക് ഇടുന്നത്? ഇതിനകത്തുള്ള സാധനം നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ വേറൊരാള് കാണാനോ കേൾക്കാനോ വായിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തിടുന്നത്? ലോക്ക് ഇടുന്നത്. ഈ ലോക്ക് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ ഫോണിന്റെ ലോക്ക് ആർക്കറിയൂ? രക്ഷിതാക്കളുടെ ഫോണിന്റെ ലോക്ക് കുട്ടിയൊക്കെ അറിയില്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്റെ ദുരന്തങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇന്നലത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇതേപോലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതേപോലെ അല്ല, ബെഞ്ചല്ല, ടാർപ്പായിലിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ 3 ലോക്കേ അറിയുള്ളൂ. ഒന്ന് പാറ്റേൺ ലോക്ക് ഉണ്ട്, ഒന്ന് നമ്പർ ലോക്ക് ഉണ്ട്, ഒന്ന് ഫിംഗർ ലോക്ക് ഉണ്ട്. അപ്പൊ ചെറിയൊരു കുട്ടി, എനിക്ക് തോന്നുന്നത് 2ാം ക്ലാസ്സിലാണെന്നാ തോന്നുന്നത്, ചെറിയ കുട്ടിയെ മൂക്കൊക്കെ വലിച്ച്, ചെറിയ കുട്ടികളുടെ മൂക്കൊലിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, ശരിക്കും ആ പൊട്ടും കുറ്റി ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷം അങ്ങോട്ട് വലിച്ചിട്ട് ലാശൊക്കെ ആക്കി കുറെ ചന്തിമേൽ അവിടെയൊക്കെ തുടച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ചിലരങ്ങനെ തുടക്കുന്നുണ്ട്, തുടച്ചോളി, അവനാന്റെ മേത്തനെ തുടച്ചോളി, വേറെ ആളെ തുടക്കണ്ട. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ, എനിക്ക് ആകെ 3 ലോക്കേ അറിയുള്ളൂ. പാറ്റേൺ അറിയാം, നമ്പർ അറിയാം, ഫിംഗർ അറിയാം. അപ്പൊ നന്ന മുന്നിലിരിക്കുന്ന ചെറിയ ഈ ഒരു മൂക്കൊലിച്ച കുട്ടി എന്നോട് പറഞ്ഞു, ഇനിയുണ്ട് സാർ. എന്തുണ്ടെന്ന്? ലോക്കിങ്ങിന്റെ സംവിധാനം ഇനിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞെ, ഇനി എന്താ സാധനം? അപ്പൻ അവൻ അറിയുന്ന അവന്റേതായ ഭാഷയിൽ അവൻ പറഞ്ഞു, മൂന്തമ്മൽ ആപ്പുണ്ട് സാർ. മൂന്തമ്മൽ
ആപ്പ് ഉണ്ട് സർ. അവൻ അത് അത്രേ അറിയുള്ളൂ, അതിന്റെ ടെക്നിക്കൽ വേർഡ് അവൻ അറിയില്ല. പക്ഷെ ഹി നോ ദ ടെക്നോളജി. ഫേസ് ആപ്പ് എന്ന് പറയുന്ന നമ്മളെ ഫേസ് വെച്ച് ലോക്ക് ചെയ്യുന്ന സംവിധാനം അവനറിയാം. ഇപ്പൊ നമുക്കറിയാത്ത സാധനം പോലും കുട്ടികൾക്കറിയാം. ഇനി ഗൂഗിൾ പേ ഉള്ള എത്ര ആളുണ്ട് ഇതില്? ഗൂഗിൾ പേ, ഫോൺ പേ, ഗൂഗിൾ പേ ഉള്ള കൈപ്പൊന്നിച്ചാട്ടെ. ഫോൺ പേ, ഗൂഗിൾ പേ, നിങ്ങൾ ഇതില് UPI ട്രാൻസാക്ഷൻ നടത്തുന്ന എത്ര ആൾ? ടീച്ചർമാരൊക്കെ പൊന്തിച്ചോളി. ടീച്ചർ പെട്ട കാര്യപ്പോ പറഞ്ഞു, ടീച്ചറെ പേര് ഞാൻ പറയുന്നില്ല. ഹൈസ്കൂളിലെ ടീച്ചർ 21,000 രൂപ പോയ കഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർമാരാന്ന് നോക്കണ്ട, പിന്നെ മാഷന്മാർക്ക് പോയിട്ടുണ്ട്, അധ്യാപകർ പോയിട്ടുണ്ട്, പോലീസിന്റെ പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളാ രക്ഷിതാക്കളുടെ പിന്നെ ക്വാളിറ്റിയും വിദ്യാഭ്യാസവും പദവിയൊന്നും നോക്കണ്ട, കുട്ടികൾ നമ്മളൊക്കെ പറ്റിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ 2 കണ്ണും തുറന്ന് കുട്ടികളെ നോക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ 2 ചെവിയും കുട്ടികളെ കേൾക്കാൻ നിങ്ങൾ തുറന്നു പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെ കുട്ടികൾ നിങ്ങളെ വിൽക്കും. ആ വിറ്റ പൈസ ഒതുക്കുങ്ങൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കും. ആ നിക്ഷേപിച്ച പൈസേന്റെ പലിശക്ക് നിങ്ങളെ കുട്ടികൾ വളരെ സുന്ദരമായി ജീവിക്കും. നിങ്ങളെ വിറ്റ പൈസ അപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് ബാങ്കിൽ ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ കുട്ടികളെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ട് ഒരു സംശയം വേണ്ട. അതിന്റെ ഒരു തെളിവാണ് ഞാൻ ഇന്നലത്തെ പറയുന്നത്. UPI ഉണ്ടോന്ന് ഞാൻ വെറുതെ ചോദിച്ചതല്ല. UPI നിങ്ങൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം എല്ലാവരും ഫോണുള്ളവർ എടുത്തോളി, സാധനം എടുത്തോളി, പഠിപ്പിച്ചു തരാം. ഗൂഗിൾ പേയില് ആർക്കൊക്കെയാണ് പൈസ അയച്ചത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് പൈസ തന്നത് എന്നുള്ളതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമയമില്ലെങ്കിൽ പോയി നോക്കുക, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റൂല. നമ്മളൊരു കോൾ ഹിസ്റ്ററി, ഒരാൾക്ക് ഫോൺ ചെയ്തതിന്റെ ലിസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്ത സെർച്ച് ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നോർമലി നമ്മളെ കുട്ടികൾ നമ്മളെ പറ്റിക്കുന്നതാണ്. ഗൂഗിളിലൂടെ അവർ ഏതൊക്കെ സൈറ്റാണ് കയറിയത്, ഏതൊക്കെ സൈറ്റാണ് കണ്ടത്, ഏതൊക്കെ സാധനമാണ് കണ്ടതെന്നൊക്കെ കണ്ടത് കഴിഞ്ഞ ഉടനെ തന്നെ സെർച്ച് ഹിസ്റ്ററി അവരാണ് ഡിലീറ്റ് ചെയ്യും. അത് നോക്കാൻ നമുക്കറിയണം. നമ്മളെ കുട്ടികൾ മൊബൈലിലൂടെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കാണുന്നുണ്ട്, അവർ ഏതൊക്കെ ഗെയിമാണ് കളിക്കുന്നത് എന്ന് നോക്കാനും കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ സംഭവം നടക്കും, കുട്ടികൾ നിങ്ങളെ വെക്കും. അപ്പൊ ഇത് സെർച്ച് ഹിസ്റ്ററി നോക്കാൻ നിങ്ങൾക്ക് അറിയണം. ഇനി ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ എനിക്ക് മിന്നാന്നാ മനസ്സിലായത്. ഞാൻ ഗൂഗിൾ പേ തുടങ്ങിയെന്ന് പോലെ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഐഡിയ അറിയില്ലായിരുന്നു. ഇന്നലെ വേങ്ങര പരിസരത്തുള്ള ഒരു കുട്ടി, അമ്മ അധ്യാപികയാണ്, ഹൈസ്കൂൾ അധ്യാപികയാണ്, 21,000 രൂപ കാണാതെയായി. എത്ര റുപ്യ? 21,000 രൂപ ഫോണിൽ കൂടെ പോയി. ടീച്ചർ അറിഞ്ഞിട്ടില്ല. ഞാൻ ടീച്ചറെ കുറ്റം പറയില്ല. അത് ടീച്ചറാണെങ്കിലും കലക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഇതൊന്നും നോക്കാൻ ആർക്കും നേരമില്ല. ഇതിൽ 500, 1000 എത്ര പൈസ ഉണ്ട് എന്നൊരു കണക്കും ഉണ്ടാവില്ല. ഇത് കുട്ടികൾ ഇതിൽ നിന്ന് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യും, നമ്മൾ നോക്കൂല. കുട്ടികളെ നമ്മൾ വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഭൂരിഭാഗം അതിൽ അമ്മമാരാണ്, നിങ്ങൾ നൊന്തു പറ്റതാവും. നൊന്തു പറ്റേന്റെ വിഷമം ആണുങ്ങളായ നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിഷമം വരാനോടൊക്കെ നിങ്ങൾ കുട്ടികളോട് ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അവരെ 100% വിശ്വസിക്കും. 100% കുട്ടികളെ വിശ്വസിക്കരുത്. എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് കുട്ടികളെ കാണാൻ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ 21,000 രൂപ പോയത് അത്രയും വലിയൊരു സംഖ്യ ആയതുകൊണ്ടാണ്. ഒരു 500, 1000, 2000 പോയതാണെങ്കിൽ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കൂല. അപ്പൊ നോക്കുമ്പോഴാണ് ഇതിന്റെ ഗെയിം ഉണ്ട്, ഓൺലൈൻ ഗെയിം ഉണ്ട്, റമ്മി ഗെയിം ഉണ്ട്. റമ്മി ഗെയിമിലൂടെ 5,000, 6,000, 10,000 വെച്ചിട്ട് ഇങ്ങനെ പോയി 21,000 രൂപ പോയപ്പോ ഈ കുട്ടീനോട് ചോദിച്ചു എവിടെയെന്ന്. അപ്പൊ കുട്ടീനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഫോണിൽ എടുത്ത് നോക്കി, ഞാൻ എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. സെർച്ച് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയപ്പോ ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. ഒരു ട്രാൻസാക്ഷനും നടന്നില്ല. ടീച്ചർക്ക് അക്കൗണ്ടിൽ 21,000 രൂപേന്റെ ഷോർട്ടേജ്. ടീച്ചർ എന്ത് ചെയ്തു? നേരെ ബാങ്കിൽ പോയി. ബാങ്കിൽ നിന്ന് പിന്നെ ട്രാൻസാക്ഷൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ UPI പോയി ഇങ്ങനെ പോയ കണക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മോനോട് ചോദിച്ചു, എങ്ങനെ ഈ പൈസ ഒക്കെ കാണാതായത്? ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മളെ ATM പാസ്വേഡ് ആണെങ്കിലും ഗൂഗിൾ പേന്റെ പിൻകോഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നമ്മൾ അസാന്നിധ്യത്തിൽ നമുക്ക് പോകാൻ പറ്റാത്ത സമയത്തൊക്കെ അവരെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യിക്കാറുണ്ട്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് കുട്ടികളെ നമ്മൾ ഞാൻ എല്ലാ കുട്ടികളെയല്ല പറയുന്നത്, നമ്മൾ കുട്ടികൾ നമ്മളെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറയ്ക്കണമെന്നേ പറയുന്നുള്ളൂ. അങ്ങനെ കുട്ടീനെ വിളിച്ചു. ഇന്നലെ ഞാൻ ആ കുട്ടീനെ, മിനിഞ്ഞാന്ന് ഞാൻ ആ കുട്ടീനെ സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ ഈ ഫോൺ നോക്കി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണുന്നില്ല. ടീച്ചർ പറഞ്ഞു കാണുന്നില്ല. അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്, ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഞാൻ എൻ്റെ ഗൂഗിൾ പേ എടുത്തു, ഓപ്പൺ ആക്കി, എൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കി, പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, വയസ്സ് എത്ര ഉണ്ടാവും? 12, 13. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇതെങ്ങനെ ചെയ്യാ? ഫോൺ ഇങ്ങോട്ട് തായോ? ഗുണ. അപ്പൊ എൻ്റെ അതിന് ഫിംഗർ പാസ്വേഡാണ്. നിങ്ങൾ ആ പാസ്വേഡ് നെക്കി തരുന്നത്. പാസ്വേഡ് അടിച്ചു, എൻ്റെ 4 പോയി.
ഞാൻ മിഞ്ഞാന്നാണ് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഗതി മനസ്സിലാക്കിയത്. നിങ്ങൾ ചിലപ്പോൾ ഒന്നും എന്നാവും അത് അറിയണത്. ഞാൻ മിഞ്ഞാന്നേ അറിഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. നമുക്കറിയാത്ത പല കാര്യങ്ങളും കുട്ടികൾക്കറിയും. ആ പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർ പല കാര്യത്തിലും പല കെണിയിലും പല ചതിയിലും പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് രക്ഷിതാക്കളായ നിങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ 10 മിനിറ്റ് നിങ്ങളെ കുട്ടികളെ കാണാനും കുട്ടികളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സമയം ഉണ്ടാവണം. നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടായാലും, നിങ്ങൾ ജോലിക്കാരായിക്കോട്ടെ, കുടുംബിനി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഭാര്യയിലാളെ ആയിക്കോട്ടെ, എന്ത് പണി നിങ്ങൾ ചെയ്താലും ഒരു 10 മിനിറ്റ്, അതേ ഞങ്ങളോട് പറയുള്ളൂ, 10 മിനിറ്റ് കുട്ടികളെ കാണാനും കുട്ടികളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സമയം ഉണ്ടാവണം. അറിയുക എന്നതിനപ്പുറത്തേക്ക് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് അറിയണ്ടാവും, പക്ഷെ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഭർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇത് ഇന്ന് പോയിട്ട് ഞാൻ നിങ്ങളെ ബേജാറാക്കാൻ പോയി പറഞ്ഞതല്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ പൈസ പോയ ആളുകളുണ്ടാവും, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ കുട്ടികളുമായി ഷെയർ ചെയ്യുന്ന പാസ്വേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പിൻ നമ്പർ ആണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം മാറ്റണം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി കൈയടിക്കോ? നമുക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടാറുണ്ട്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഇഷ്ടമുണ്ടായിട്ട് കൈയടിച്ചല്ല, ഞാൻ പറഞ്ഞിട്ട് കൈയടിച്ചാണ് അല്ലേ? ഇനി ഞാൻ പറയുന്ന പോലെ ഒന്ന് കൈയടിക്കണം. റെഡിയാണോ? ആണോ അല്ലേ? യെസ്. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൈയടിക്കണം. റെഡി അല്ലേ? എങ്ങനെയാണ്? ഒന്നെന്ന് പറയുമ്പോൾ അടിക്കണ്ട, സമയം തരും. ഒന്നെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം. 2 എന്ന് പറയും, കുട്ടീനുള്ളവരൊക്കെ താഴ്ത്തി വെച്ചോളി കേട്ടോ, ആർക്കും ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല, ചെറിയ കുട്ടികൾക്കൊന്നും എക്സ്ക്യൂസ് ഇല്ല. 2 എന്ന് പറയുമ്പോൾ 2 + 1 3 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുമ്പോൾ 3 + 1 4 പ്രാവശ്യം കൈയടിക്കണം. 4 എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പാടില്ല. സീക്വൻസ് മനസ്സിലായോ? 1-ന് 1, 2-ന് 3, 3-ന് 4, 4-ന് 0. കൈയടിക്കാൻ പാടില്ല. സംശയമില്ലല്ലോ? ഇല്ല. ഇനിയിപ്പോ ഇതൊന്നല്ല പ്രശ്നം. ഈ സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ട്, എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് നീഡഡ് ഫോർ എനി ടൈപ്പ് ഓഫ് ലേണിംഗ്. എന്ത് കാര്യം പഠിപ്പിക്കണമെങ്കിലും ആദ്യം ഒന്ന് ബേജാറാക്കണം, ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളിൽ ചെറിയൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഇതിലൊക്കെ വലിയ സ്ട്രെസ് കഴിഞ്ഞ് വന്ന ആളുകളാണ്, നിങ്ങളാണ്ട് ഉണ്ടാക്കി കൂടി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടാവില്ലേ? നമുക്ക് നോക്കാം. ഇനി സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം ഇതൊന്നുമല്ല. ഞാൻ ഇത് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അല്ല പറയാ, അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അല്ല പറയാ. 1 2 3 4 എന്നോ 4 3 2 1 എന്നോ പറയല്ല. എനിക്ക് മനസ്സ് തോന്നുന്ന ഒരു നമ്പർ പറയും. ആ നമ്പറിന് എങ്ങനെയാണോ ഞാൻ നിങ്ങളോട് കൈയടിക്കാൻ പറഞ്ഞത് ആ കൈയടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ കൈയടിക്കണം. കൈയടി തെറ്റിയാലോ കൈയടിക്കാതിരുന്നാലോ, കുട്ടികളാണെങ്കിൽ ഞാൻ പറയാ there will be a simple punishment. പക്ഷെ നിങ്ങൾ വലിയ ആളുകളായതുകൊണ്ടും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായതുകൊണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അത്രയും നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായതുകൊണ്ടും മുയലിനെ അറക്കാൻ പിടിക്കുമ്പോൾ മുയലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള നിഷ്കളങ്കത പോലെ എന്നെ അത്രയും നിഷ്കളങ്കമായി നോക്കി കാണുന്ന ആളുകളായതുകൊണ്ടും നിങ്ങൾക്ക് ഞാൻ പണിഷ്മെന്റ് തരുന്നില്ല. ഓൺലി ഫൈൻ. തെറ്റിക്കഴിഞ്ഞാൽ ഒരു 500 രൂപ എനിക്ക് തരണം. വലിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ മുറ്റത്ത് നിൽക്കുന്ന ആളുകളിലൊക്കെ തെറ്റിയ ആളെ ഞാൻ എങ്ങനെ പിടിക്കുകയാണ്? അതിന് ഞാൻ ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കും. ഞാൻ ആകെ ഒരാളെ പിടിക്കുകയുള്ളൂ, ഓൺലി 1. അയാളെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഇവിടെ സ്റ്റേജിൽ കൊണ്ടു നിർത്തും. സ്റ്റേജിൽ കൊണ്ടു നിർത്തിയിട്ട് ഞാൻ അയാൾക്ക് ഒരു ഓഫർ കൊടുക്കും. എന്താ ഓഫർ? എല്ലാ മാർക്കറ്റിങ്ങിലും ഓഫറാണ്. ഒരു ചുരിദാർ എടുത്താൽ ഒരു ചുരിദാർ ഫ്രീ, ഒരു പാൻറ് എടുത്താൽ ഒരു പാൻറ് ഫ്രീ, ഒരു ടോപ്പ് എടുത്താൽ ഒരു ടോപ്പ് ഫ്രീ, ഒരു ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ, ഒരു പെണ്ണ് കെട്ടിയാൽ ഒരു പെണ്ണ് ഫ്രീ എന്ന് മാത്രമേ ഇനി വരാനുള്ളൂ. ബാക്കി എല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പിടിക്കപ്പെടുന്ന ആൾക്ക് ഞാൻ നൽകുന്ന ഓഫർ, 5 പേരെ പിടിച്ചു തന്നാൽ നിന്നെ ഒഴിവാക്കി തരും. എന്തെന്ന്? 500 രൂപയിൽ നിന്നും ഒഴിവാക്കി തരും. അപ്പൊ ഞാൻ ഒരാളെ പിടിച്ചാൽ മാത്രം മതി, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹി നന്നായി നോക്കിക്കോളും. റെഡിയല്ലേ? യെസ്. ആരും ബേജാറാവണ്ട. ബി കൂൾ ആൻഡ് ബി റിലാക്സ്. ഇപ്പൊ നിങ്ങളെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം 500 രൂപയാവും. നിങ്ങൾ എന്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യുക? നേരിടാൻ വേണ്ടി റെഡിയാവാ. റെഡിയല്ലേ? റെഡിയാണോ? യെസ്. സീക്വൻസിൽ ആർക്കും സംശയം ഉണ്ടോ? ഇല്ല. 1-ന് 1,
അടിക്കണ്ട, സമയം തരൂ. 2-ന് 3, 3-ന് 4, 4-ന് അടിക്കരുത്. റെഡി അല്ലേ? യെസ്. നമ്പർ 1, ഞാൻ തെറ്റിയാലും കൈ അടിക്കാതിരുന്നാലും ഞാൻ പിടിക്കൂട്ടോ. നിങ്ങൾ താഴെയും ഞാൻ ഉയരത്തെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും കാണാൻ പറ്റും. നന്ന ബാക്കിലുള്ളൊരു ഈ മൈക്ക് സ്റ്റാൻഡിന്റെ ബാക്കിലൊരു, ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും. നമ്മളൊപ്പം പഠിക്കുന്നവരെ പറ്റിച്ചിട്ടുണ്ടാവും, കുട്ടികളെ അധ്യാപകരെ പറ്റിച്ചിട്ടുണ്ടാവും, കുട്ടികൾ രക്ഷിതാക്കളെ പറ്റിച്ചിട്ടുണ്ടാവും, നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഇനി പറ്റിക്കാന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ദാറ്റ് കനോട്ട് ബി വാക്ക്, നടക്കൂല കേട്ടോ. യെസ്. 1, 2, 3, 4. എത്ര പേരുണ്ട്? ഇല്ല. യെസ്. ഒന്നും കൂടി, അത് ഞാൻ സുല്ലു തരൂ. ഓക്കെ. നമ്പർ 1, 2. നിങ്ങളെ നല്ല നോക്കണില്ലേ? ഉണ്ടാവും. അതിന്റെ ചൊറുക്കം കൊണ്ടല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നല്ല ബോധ്യമുണ്ട്. എന്തിനാ നിങ്ങൾ എന്നെ നോക്കണത്? സ്റ്റേജിൽ എന്നെക്കാളും ചൊറുക്കുള്ള ആളുകളുണ്ട്. നിങ്ങൾ എന്താ പറയാ നോക്കാത്തത്? നിങ്ങൾ എന്റെ ചുണ്ടിന്റെ ഷേപ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഷേപ്പിന്റെ രൂപം കണ്ടിട്ട് ഞാൻ പറയാൻ പോകുന്ന നമ്പർ ഏതാ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്ത് കിട്ടൂ? 500 രൂപ കിട്ടൂ. യെസ്. 1, 2, 3. ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ നിങ്ങൾ കൈയടിച്ച അവസരങ്ങളൊക്കെ നിങ്ങളെ മനസ്സിനുള്ളിൽ സന്തോഷമല്ലായിരുന്നില്ലേ? നല്ലൊരു ഫുട്ബോളുകൾ കണ്ടപ്പോൾ, നല്ലൊരു ഡാൻസ് കണ്ടപ്പോൾ, നല്ലൊരു ഒപ്പന കണ്ടപ്പോൾ, നല്ലൊരു പാട്ട് കേട്ടപ്പോൾ, നല്ല വേറെ ഏതെങ്കിലും സീന് കണ്ടപ്പോൾ, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടം തോന്നിയപ്പോൾ മനസ്സിന് ഇഷ്ടത്തോടെ സന്തോഷത്തോടു കൂടിയല്ലേ നിങ്ങൾ കൈയടിച്ചത്? ഇപ്പോഴോ സന്തോഷാണോ ബേജാറാണോ? ടെൻഷൻ. ഓർക്കറിയാതെ ടെൻഷൻ. യെസ്. 1, നമ്പർ 1, 2, 3. നിങ്ങളെ കണ്ണൊക്കെ എന്നോട് പറയണത്, കണ്ണിനൊരു ഭാഷ ഉണ്ട്. കണ്ണിന് ഒരു ഭാഷ ഉണ്ട്. നിങ്ങളെ കണ്ണിനോട് പറയണ എന്താ അറിയോ? ഞാൻ പാവാണ്, കണ്ടറിയില്ലേ, എന്നെ നോക്കി തന്നെ പിടിക്കല്ലിട്ടോ അല്ലേ? യെസ്. 1, 2, 3. ചിരിയും വരുന്നുണ്ട്, നൊലോളിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട് അല്ലേ? മധുരം പുളിയും കൂടുതൽ അച്ചാർ തിന്ന മാതിരില്ലേ? ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങേ കോട്ടിൽ നോക്കുമ്പോൾ പുളി, ഇങ്ങനെ നോക്കുമ്പോൾ മധുരം, ചവർപ്പ്. നമ്പർ 1, 4. വന്നോളൂ, സമയമില്ലാത്തതുകൊണ്ട് എളുപ്പം വന്നു. ധൈര്യമായി വന്നോളൂ. ധൈര്യമായിട്ട്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കണ്ടല്ലോ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂലേ? നമ്മളെ മനസ്സിലുള്ള സന്തോഷം വരിക മറ്റൊരാൾ പെടുമ്പോഴുമാണ് അല്ലേ? ഇല്ലേ? മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ്. വേറെ ആൾ പെടുമ്പോ, നമ്മൾ രക്ഷപ്പെടുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും, ഉറപ്പാണ്. നമ്മളൊരാൾ വഴിക്ക് വീണാലോ ആദ്യം എന്താ ചെയ്യാ? ചിരിക്കൂലേ? നൊലോളി തുടങ്ങി, ഞാൻ എഴുതിയിട്ടില്ല. ഇത്ര ഉള്ളതിന്റെ കാര്യം. ഇതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. പ്രിപ്പയർ യുവർ മൈൻഡ് ടു ഫേസ് എനി ഡിഫിക്കൽറ്റീസ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, കുറെ ആൾക്കാർ ചിരിച്ചില്ലേ? നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളെ കഴിവുകൊണ്ടൊന്നല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം ഒരാളെ മാത്രമേ പിടിക്കുള്ളൂ എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് രക്ഷപ്പെട്ടാണ്. നിങ്ങൾ നല്ല ശരിക്കും നോക്കുക കേട്ടോ. ഇതില് ടൈറ്റാനിക് സിനിമ കണ്ട ആളുകൾ എത്ര ആളുണ്ട്? ടൈറ്റാനിക് സിനിമ കണ്ടവർ എത്ര ആളുണ്ട്? ഉണ്ട്. എന്തുകൊണ്ടാണ് ടീച്ചറെ ടൈറ്റാനിക് ആക്സിഡന്റ് ആയത്? അത് മുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? മഞ്ഞുമലയിൽ ഇടിച്ചോ? അത് എല്ലാവർക്കും അറിയാം. എന്താ ഇടിക്കാൻ കാരണം? മഞ്ഞുമലയിൽ ഇടിച്ചിട്ടാണ് കപ്പൽ മുങ്ങിയെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, കാണാത്തവനും കണ്ടവനൊക്കെ അറിയാം. എന്തുകൊണ്ട് ഇടിച്ചു എന്നാണ് എന്റെ ചോദ്യം. അതിലൊരു പ്രധാനപ്പെട്ട അതിൽ പോയി ഇടിക്കാനുള്ള ഒരു കീ റീസൺ ഉണ്ട്. അതാണ്ടാ? ശ്രദ്ധിച്ചില്ല? ആയിക്കോട്ടെ, ശ്രദ്ധിച്ച് നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ, ജാക്കും റോസും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്തുകൊണ്ടാ? കപ്പലാവുമ്പോ അതിന്റെ ഏറ്റവും മുന്നിലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ആ ഉദ്യോഗസ്ഥന്റെ പണി ബൈനോക്കുലറിലൂടെ മുന്നിലേക്കുള്ള എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു പണിയാണ് അയാൾക്ക്. കണ്ടോ?
അപ്പൊ അയാൾ ഇതിങ്ങനെ നോക്കി 180 ആംഗിൾ ഇങ്ങനെ തിരിയും. ഇവിടുന്ന് ഇങ്ങനെ നോക്കി, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി. അതാണ് പണി. എന്തെങ്കിലും ഒരു തടസ്സം എൻ റൂട്ടിൽ കണ്ടാൽ അത് കപ്പലോടിക്കുന്ന ആൾക്ക് വിവരം അറിയിക്കലാണ് ഇയാളുടെ ജോലി. ഇയാളിത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങേപ്പുറത്തെ ഡെക്കിൽ ജാക്ക് റോസും കൂടി കപ്പലോടിച്ചത്. ആ കപ്പലോടിക്കുന്ന സമയത്താണ് ഇവരെ അറ്റൻഷൻ ഇങ്ങോട്ട് ഡൈവേർട്ടായി. അയാൾക്കിത് മഞ്ഞുമല കാണാൻ പറ്റാതായി. ആ സമയത്ത് വിവരം കൊടുക്കാതായ സമയത്ത് ഇയാൾക്ക് ഇത് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ കാര്യത്തിനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാരണം, എങ്ങനെയാണോ ആ കപ്പലിലെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ 180 ഡിഗ്രിയിൽ തെരഞ്ഞു നോക്കുന്നത്, അതേപോലെ ടീച്ചർ ഇവിടെ ഒരു 5 പേരെ കിട്ടാൻ വേണ്ടി തെരഞ്ഞു നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെയിം റിസംബ്ലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ നിന്നോളി. ഓക്കെ, റൈറ്റ്. 1 KL 39 6 58 69 ഒരു കിയ കാറ് ബസ് തിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് റോഡ് സൈഡിലുണ്ട്. അപ്പൊ കാറിന്റെ ആളുകൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സൈഡാക്കിയിട്ട് ബസ്സിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയിക്കുന്നുണ്ട്. ഒരു റെഡ് കിയ കാർ. ഓക്കെ, നമ്പർ 1 2 3. നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ടീച്ചർക്ക് കിട്ടാൻ പാടില്ല. നിങ്ങളെ ലക്ഷ്യം എന്താ? ടീച്ചറെ ലക്ഷ്യമൊക്കെ മനസ്സിലായി, 5 ആളെങ്കിലും കിട്ടിയാൽ മതി. നിങ്ങളെ മനസ്സിനുള്ളിൽ ഇപ്പോൾ ഒരു ആഗ്രഹം എന്താ? ആഗ്രഹം എന്താ? പിടിച്ചരുത്. യെസ്, പിടിച്ചരുത്. എന്റെ ലോക്കൽ ഭാഷയിൽ സത്യസന്ധമായി പിന്നെ പിടിച്ചരുത്. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ മനസ്സിലെ ആഗ്രഹം തീക്ഷ്ണമാണെങ്കിൽ, നിങ്ങൾക്ക് അധ്യാപകരോട് എനിക്ക് അതാ പറയാനുള്ളത്, കുട്ടികളോട് അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം തീക്ഷ്ണമാണെങ്കിൽ നിങ്ങളുടെ സൈക്കോ മോട്ടോർ പ്രവർത്തനം, കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കും. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ മാനസികവും ശാരീരികവുമായി ഏത് റിസ്ക്കും നമ്മൾ തയ്യാറാവും. അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, 1 2 3. പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉണ്ടാവണം. ജീവിതം അങ്ങനെയാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തൊക്കെ ഫെയിലിയർ ഉണ്ടെങ്കിലും, എത്രത്തോളം ഫെയിലിയർ ആണെങ്കിൽ പോലും ഇനി വരാനുള്ളത് എന്റെ ദിവസമാണെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവണം. ഓക്കെ, 1 2 3 1 പോന്നോട്ടെ, സ്പീഡ് ഉണ്ടായിക്കോട്ടെ. 1 2 4. സത്യത്തില് നമ്മളെ നാഷണൽ ഹൈവേന്റെ പണി നടക്കുന്ന KNRന്റെ കമ്പനീന്റെ വലിയ 24 ടയറുള്ള ലോറി കൊണ്ടുവരണോ ഇപ്പൊ തെറ്റിയ ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എത്ര ആളുണ്ട്? എത്ര ആൾ കൈബന്ധിച്ചു? അല്ല, എത്ര ആൾക്ക് തെറ്റി? ഞാൻ നിങ്ങളോട് പറയുന്നത്, തെറ്റിപ്പോകുക എന്നുള്ളത് നമ്മളെ ലൈഫിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. നമുക്കൊരു തെറ്റ് പറ്റുക എന്നുള്ളത്. പക്ഷെ അത് തുറന്നു പറയുക എന്നുള്ളത് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണാലിറ്റി. അതൊരു വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്. ആ വ്യക്തിത്വമാണ് വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ഈ കലാലയത്തിൽ നിന്നും നമ്മൾ നമ്മുടെ ലൈഫിൽ സ്വായത്തമാക്കേണ്ടത്. അതാണ് രക്ഷിതാക്കളായ നിങ്ങൾ കുട്ടികളോടും പറയേണ്ടത്. നമുക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ, നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതെനിക്ക് പറ്റി എന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുള്ള തലമുറയെ വാർത്തെടുക്കാൻ അതൊരു പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്കുള്ളതേ ആർക്കുണ്ടാവുള്ളൂ? നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ കുട്ടികളുടെ റോൾ മോഡൽ ആകേണ്ടത് മമ്മൂട്ടി, മോഹൻലാലും ഒന്നുമല്ല, ഞാനും അല്ല. ആരാണ്? നിങ്ങളുടെ കുട്ടികളുടെ റോൾ മോഡൽ ആകേണ്ടത്, കണ്ടുപഠിക്കേണ്ടത്, ഇമിറ്റേറ്റ് ചെയ്യേണ്ട സ്വഭാവമാകേണ്ടത് രക്ഷിതാക്കളായ നിങ്ങളുടേതാണ്. അതാണ് ഇപ്പോഴത്തെ വിവാദം നടക്കുന്നത്. കുട്ടി ഒരു പാലക്കാടത്തെ ഒരു വിഷയം അറിയാലോ, കുട്ടിയാണോ മാറ്റേണ്ടത്, രക്ഷിതാവിനെയാണോ മാറ്റേണ്ടത് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിലേക്ക് പോകണ്ട. നമ്മളിലും ഒക്കെ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട സമയം ആയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. 1 2 3 4. ഇന്നെ നോക്കണ്ട ടീച്ചറെ. സംഭവം ഞാൻ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട് ചേട്ടൻ. ഇന്നങ്ങനെ എനിക്ക് തന്നെ ഒരു വിഷമായത്. എനിക്കിങ്ങനെ സ്ത്രീകൾ നോക്കണേനൊക്കെ ഭയങ്കര ബേജാറാണ്. കാരണം നമ്മൾ അവർക്ക് നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ അങ്ങോട്ട് 34 സെക്കൻഡ് നോക്കി നിങ്ങൾക്ക് എങ്ങനെ അത് വട്ടം തെറ്റിപ്പോയാൽ വേലുമില്ല. കിട്ടി ഞങ്ങൾക്ക് ഇല്ല. നിങ്ങൾ 500 തരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ? ആണ്. യെസ്. 1 2 4. ടീച്ചർ സംഭവം പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പിടിക്കുക, എങ്ങനെ പറയാ, ഇത് ഞാൻ നിങ്ങളോട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്താ അറിയോ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു സാധനം അല്ലെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഗതി തുറന്നു പറയാൻ കുട്ടികളെ നിങ്ങൾ പ്രാപ്തരാക്കണം.
അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും, കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നോ എന്ന് പറയാൻ, യെസ് എന്ന് പറയുന്നത് എളുപ്പമാണ്. നോ എന്ന് പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കാനും കൂടി നിങ്ങൾക്ക് സാധിക്കണം. പിടിക്കാൻ പറ്റുമോ ടീച്ചറെ? പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. 1 2 3 4 500 രൂപ തരൂല. സാധാരണ ഞാൻ എന്താ ചെയ്യാറ് അറിയോ? നമ്മളിങ്ങനെ ക്ലാസ്സിന്റെ ഗ്യാപ്പ് ഉണ്ടാവൂലേ ഇവിടെ, ഈ ഗ്യാപ്പിന്റെ നേരെ ബാക്കിൽ പോയി നിർത്തും. എന്നിട്ട് അവിടെ നിങ്ങോട്ട് തവളച്ചാട്ടം ചാടിക്കും. ഇല്ല, അതെന്താ പറയുക, അവർ പറ്റിക്കലിൽ എക്സ്പേർട്ടാണ്. ഓരോ മേഖലയിൽ ഓരോരുത്തർ എക്സ്പേർട്ടാണ്. ചിലർ ടീച്ചിങ്ങിൽ എക്സ്പേർട്ട് ആവും, ചിലർ ബിസിനസ്സിൽ എക്സ്പേർട്ട് ആവും, പറ്റിക്കണയിൽ എക്സ്പേർട്ട് ഉണ്ടാവും. ഓരോ മേഖലയിലാണ് ഓരോരുത്തർ എക്സ്പേർട്ട്. ആ ബാക്കിൽ ഒരു കൈ പൊന്തിക്കണം കേട്ടോ. നമ്മളെ ടീച്ചർക്ക് കാണാൻ പറ്റണില്ല, ടീച്ചർ ആകെ കൺഫ്യൂഷനില്ല. കാരണം 500 രൂപയായിട്ട് ടീച്ചർക്ക് ഒരു സമ്മാനം കിട്ടണില്ല. യെസ് 1 പൊന്തിക്കൊടഞ്ഞും കോഴിമുട്ടയൊന്നും ഇല്ലല്ലോ അക്ഷത്തില്, ഇല്ലല്ലോ. ഇനി അടുത്ത പരിപാടിക്കെങ്കിലും കോഴിമുട്ടയായിട്ട് വരികയാണെങ്കിൽ പുഴുങ്ങിയതായിട്ട് വന്നാൽ എന്നാൽ വീണാലും കുഴപ്പമില്ല. പൊന്തിക്കോട്ടെ, കൈ പൊന്തിക്കോട്ടെ. 1 ഒന്നുകൂടി പൊന്തിക്കോട്ടെ ബാക്കിൽ. 2 3 4 ഒരാളില്ല. മൊത്തത്തിൽ ഇങ്ങനെ ഇരുട്ടാണ് അവിടെ, കാണാൻ പറ്റില്ല. സീൻ ഡാർക്കായി പോലും. ഇവിടെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തോളി. 1 2 3 4 ഐഡിയ വർക്കൗട്ടായി. ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. എങ്ങനെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. സ്പീഡ് പറയുന്നു. 1 2 3 4 നമുക്ക് സർവൈവ് ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോ നമ്മളെ മനസ്സിൽ ഓരോ ഐഡിയകൾ ഇങ്ങനെ വരും അല്ലേ? ഇപ്പൊ ഒരു ഐഡിയ വന്നാണ്, സ്പീഡ് പറയും. 1 1 1 1 2 3 3 1 1 1 4 ഏതടിച്ചു ആളെ പറയും, എനിക്ക് വരെ അറിയില്ല. ഉണ്ടക്കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ കേസ് എടുക്കേണ്ടി വരും. കാരണം ഓർക്ക് അത് മാനസികമായ വിഷമം ഉണ്ടായി പറഞ്ഞാല് അത് ഒഫൻസായി. ഉണ്ടക്കണ്ണ് ആവണതല്ല, ഓർക്ക് ഈ 500ന്റെ കാര്യം കണ്ണ് പുറത്തേക്ക് വരികയാണ്. അല്ല, ഓർക്ക് അങ്ങനെ ജന്മന ഉണ്ടക്കണ്ണായിട്ടല്ല, അത് ബേജാറ് കൊണ്ട് അങ്ങനെയാണല്ലോ തൊള്ളി വരും. എൻ്റെ ഉമ്മാന്റെ കറുപ്പ്. ഓക്കെ, ഒറ്റ ചാൻസ് കൂടി തരും. ഓൺലി 1 more chance. 1 2 3 4 ലൈഫിൽ ഫെയിലിയറാ. കാരണം അത്രയും ആള് കൈയടിച്ചിട്ട് ഒരാളെ പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫെയിലിയർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഫെയിലിയർ വരാം. റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ ടീച്ചർക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം. താങ്ക് യു ഫോർ ട്രൈയിങ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 500 രൂപ എനിക്ക് ഇല്ലാഞ്ഞിട്ടോ പോകാനുള്ള വണ്ടിക്കൂലിക്ക് നിങ്ങളടുത്ത് പൈസ കിട്ടാനോ അല്ല. ഇതിലൊരു സൈക്കോളജി ഉണ്ട്. എന്താണ്? നിങ്ങളുടെ മനസ്സിനുള്ളിലെ ആഗ്രഹം എന്താണോ, ലക്ഷ്യം എന്താണോ, അതിനുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. അത് നമ്മളെ കുട്ടികളോടും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് ലക്ഷ്യം ഉണ്ടാവാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ക്ലാപ്പ് ചെയ്യോ നിങ്ങളെ സ്വസിദ്ധമായിട്ട്. ഓക്കെ, ഫൈനലി ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സ്ത്രീകളായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു. എല്ലാവരുടെ വീട്ടിലും 2 വീലർ ഉണ്ടാവുമോ? ഇല്ലേ? 2 വീലർ ഉണ്ട്. മിക്കവാറും സ്കൂട്ടർ ആയിരിക്കും ബൈക്കിനേക്കാളും. സ്കൂട്ടർ ഓടിക്കാൻ നമ്മൾ കുളിച്ചിട്ട് തോർത്തുണ്ട് പിഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കുക. കാരണം നിങ്ങൾ പിഴിഞ്ഞാൽ ഇതാണ് പോകും, ഇല്ലേ? നിങ്ങളെ മക്കള് 18 വയസ്സ് തികയാത്ത ഒരു കുട്ടി, അതിന് കുട്ടി എന്നാ പറയാ. എത്ര വണ്ണുണ്ടെങ്കിലും എത്ര മീശ ഉണ്ടെങ്കിലും 18 വയസ്സ് തികയാത്തതിനൊക്കെ എന്താ പറയാ? കുട്ടി എന്നാ പറയാ. പപ്പടം കഴിഞ്ഞു നിങ്ങളെ വീട്ടില്, വിരുന്നേര് വന്നു, ചോറൊക്കെ റെഡിയാണ്, പപ്പടമില്ല. കട ഒരു 500 മീറ്റർ അപ്പുറത്താണ്, നിങ്ങൾക്ക് പോകാൻ സമയമില്ല. നിങ്ങളെ മോനോട് നിങ്ങൾ പറയാണ്, നിങ്ങൾ പറയില്ലേ പിന്നെ പപ്പടം വാങ്ങിക്കൊണ്ടുവാ, ഓടിയിട്ട് പോയി പപ്പടം വാങ്ങിക്കൊണ്ടുവരാം. അപ്പൊ കുട്ടി എന്ത് പറയും? സ്കൂട്ടർ ഉണ്ടമ്മ എടുക്കട്ടെ,
നിങ്ങൾ എന്ത് പറയും? അങ്ങനെ സിറ്റുവേഷൻ വന്ന് നിങ്ങൾ എന്ത് പറയും? പാപ്പാനോടൊന്ന് ചോദിച്ചാളാ പറയില്ലേ? പറയില്ലേ? എന്താ നിങ്ങൾ പറയാ? പാപ്പാനോടൊന്ന് ചോദിച്ചാളാ. അതിന്റെ അർത്ഥം എന്താ? മാന എനിക്ക് കുഴപ്പമില്ല, പ്രശ്നക്കാരൻ ക്രൂരൻ ആരാണ്? വാപ്പയാണ്. അത് നിങ്ങൾ ആ ഒരു സെൻസ് നിങ്ങൾക്ക് എവിടുന്ന് വരുന്നതാണ്? 10 മാസം തുഴഞ്ഞ പ്രസവിച്ച വേദന നിങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് എതിരാവരുത് വിചാരിച്ചിട്ട് പറയുന്നതാണ്. നിങ്ങൾ പറയരുത് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. എല്ലാവരും വീട്ടിലും തട്ടിന്റെ മുകളിലേ, തട്ടിന്റെ മുകളിൽ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കൂലേ? എന്താ നമ്മൾ ആഗ്രഹം? തട്ടിന്റെ മുകളിൽ ഇരുന്ന് സ്വസ്ഥമായി പഠിച്ച് എൻ്റെ കുട്ടി കലക്ടറോ എഞ്ചിനീയറോ ആകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പൊ ഞാൻ എൻ്റെ മോൻ തട്ടിന്റെ മുകളിൽ ഇരുന്ന് പഠിച്ചപ്പോൾ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഭാര്യയെ ഒന്ന് മോളിക്ക് പോയി നോക്ക്, എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കാണാലോ. മൊബൈൽ ഫോണാണ് കയ്യിൽ. കല്യാണം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞവനും കാണാത്തത് ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റാത്തത് വരെ കുട്ടികൾക്ക് തെരഞ്ഞു കണ്ടെത്താനും ആ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനും അറിവും പരിചയവും പ്രാപ്തിയുള്ള കുട്ടികളാണ് നമ്മൾ. എന്താണ് അവിടെ പരിപാടി എന്ന് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ, അപ്പോഴാണ് നമ്മളെ ഭാര്യമാർക്ക് ഒരു സാധനം വർക്കൗട്ട് ആവുക, ഒരു ഉത്തരവാദിത്ത ബോധത്തിന്റെ പെർസെൻറ്റേജ് വർക്കൗട്ട് ആവുക. എന്തിനാ നിങ്ങൾ ഇന്നോട് ഇങ്ങനെ പറയണത്? കുട്ടികളുടെ നോക്കണേലെ ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട് 50%. നിങ്ങൾക്കെന്താ ആണ്ട് പോയി കയറി നോക്കിക്കൂടെ? ആ ഉത്തരവാദിത്തത്തിന്റെ ഫീൽ ചെയ്യില്ല അപ്പോഴാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്കത് സംശയമുണ്ട്, ഇതൊന്ന് കയറി പോയി നോക്ക്. ആകെ 18 പടിയുള്ളൂ അതിന്റെ മോളിക്ക്, കയറി പോയി നോക്ക്. അപ്പൊ പറയും, ഓൻ പഠിക്കന്നെയാണ്, എന്തിനാ വെറുതെ ഓനാ ചക്കനെ സംശയിക്കണേ? അപ്പൊ അടിയെന്നാണ് വിളിക്കും, ഉണ്ണിക്കുട്ടാ ഇജ്ജ് പഠിക്കല്ലേ? അപ്പൊ ഓനോടുന്നു യെസ് സ്റ്റഡിങ്. ഇവിടെ സമാധാനായില്ലേ? ഇജ്ജൊന്ന് കയറി നോക്ക്, ഒന്ന് പോയി നോക്ക്. അപ്പൊ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കയറിയാൽ? എനിക്കതിൽ സംശയമില്ല. കയറി നോക്കി അവിടെ ചെന്നിട്ട് നമ്മളെ ആൾക്കാർ പറഞ്ഞ പേരെന്താ അറിയോ? അവിടെ ചെന്നിട്ട് കുട്ടീനോട്, ഉണ്ണിക്കുട്ടാ ഇജ്ജ് പഠിക്കണുണ്ടോ അല്ലേന്ന് അച്ഛനൊരു സംശയം, നോക്കാൻ പറഞ്ഞയച്ചാ. ഓൻ്റെ മനസ്സിലാരായി ശത്രു? എൻ്റെ വൈഫ് നല്ല അമ്മയും അവൻ്റെ അച്ഛൻ മഹാക്രൂരനും. നമ്മളത് നോക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് തോന്നാൻ പാടിക്കണം. അത് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഇനി അതേപോലെ തന്നെ ഒറ്റ അനുഭവം ഞാൻ പറഞ്ഞു നിർത്തും. ഈ കുട്ടികൾ വണ്ടി എടുത്ത് പോകും. എൻ്റെ അടുത്തൊരു ചെറിയ സ്കൂട്ടറുണ്ട്. സ്കൂട്ടറിൽ ഞാൻ 300 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ 3 ദിവസത്തിനുണ്ടാവും. സ്കൂട്ടർ അവിടെ വെച്ച് പോണ ദിവസം ഞാൻ എണ്ണ ഇങ്ങനെ കുറഞ്ഞു വരിക. അതായത് 300 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് എനിക്ക് 3 ദിവസം തികയാതെ വരിക. അപ്പം ഞാൻ വലിയ മോനോട് ചോദിച്ചു, എടാ അജ്ജ് വണ്ടി എടുക്കലുണ്ടോ? ഞാൻ എടുക്കില്ല അച്ഛൻ. അപ്പം അമ്മക്കുണ്ട് ബോധം പറഞ്ഞു തരും. 18 വയസ്സായ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ക്ലാസ് അങ്ങനെ പോലീസുകാരെ ഒന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല, ഞാൻ ഓടിക്കില്ല. നമുക്ക് സംശയമാവും. എണ്ണ കഴിയുണ്ടല്ലോ, എണ്ണ ആവിയായി പോവില്ലല്ലോ. പിറ്റേ ദിവസം ഞാൻ ചോദിക്കും, എടാ വണ്ടി എടുക്കണ്ടോ? ഇല്ല. 3-ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞത് യൂസ് യുവർ ബ്രെയിൻ. നമ്മളെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതിനേക്കാൾ കവർ ചെയ്യാനുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. വണ്ടി ഞാൻ അവിടെ വെച്ച് പോകുമ്പോൾ ഞാൻ മൊബൈലിൽ അതിൻ്റെ മീറ്റർ ഫോട്ടോ എടുത്ത് പോകും. ഇത് വൈകുന്നേരം വരുമ്പോൾ രാവിലെ എടുത്ത മീറ്റർ തന്നെയാണോ വൈകുന്നേരം ഇതിൽ നോക്കും. അപ്പം നോക്കുമ്പോൾ 26 കിലോമീറ്ററിന് വ്യത്യാസം. മക്കളറിയരുത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇജ്ജ് വണ്ടി എടുത്തിരുന്നോ? ഇല്ല, വണ്ടി എടുത്തില്ല. 24 കിലോമീറ്റർ ചെറിയൊരു മിറ്റാണ്, അതിൽ കുറേ ചെടിയുണ്ട്, അതിൽ എത്ര റൗണ്ട് അടിച്ചാലും വൈകുന്നേരം വരെ പോയാലും 24 കിലോമീറ്റർ ആവില്ല. അപ്പം ഞാൻ ലാസ്റ്റ് അവനോട് ചോദിച്ചു, ഞാൻ രാവിലെ പോയപ്പോഴുള്ള മീറ്ററും ഇപ്പൊ വൈകുന്നേരം കണ്ട മീറ്ററും തമ്മിൽ 26 കിലോമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് മിറ്റത്ത് നിർത്തിയിട്ട വണ്ടിക്ക് മീറ്റർ മാറൂലല്ലോ. ഞാൻ ചെങ്ങായിൻ്റെ അവിടെ പോയി എന്ന് എൻ്റെ മോൻ എന്നോട് സമ്മതിച്ചത് എനിക്കിത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നമ്മളെ കുട്ടികളെ മോശമാക്കി പറയില്ല. കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളാണ്, നല്ല അറിവുള്ള കുട്ടികളാണ്, എന്തിനും പ്രാപ്തിയുള്ള കുട്ടികളാണ്. ഇവരിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും നമ്മുടേതാണെങ്കിലും രാജ്യത്തിൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊപ്പം വളരാൻ അവരെ പ്രാപ്തനാക്കാൻ നമ്മൾ അവരൊന്ന് മോണിറ്റർ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരൊറ്റ ഫോൺ നമ്പർ പറഞ്ഞ് ഞാൻ നിർത്തും. കുട്ടികൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാൻ പറ്റാത്തതോ, പോലീസിനോട് പറയാൻ പറ്റാത്തതോ, രക്ഷിതാവിനോട് പറയാൻ പറ്റാത്തതോ, അവർക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാൻ കേരള പോലീസ് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനത്തിന്റെ പ്രൊജക്ടിന്റെ പേരാണ് ചിരി ഹെൽപ്പ് ലൈൻ.
നിങ്ങൾ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിലെ നമ്പർ നിങ്ങൾക്ക് സേവ് ചെയ്തേക്കാം. ചിരി ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ വാക്കുള്ളത് ഇംഗ്ലീഷിലാണ്. ചാവള്ളി രാവള്ളി എന്നല്ല, CHIRI എന്നാണ്. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹാപ്പിനെസ് ആൻഡ് ഇന്നസെൻസ് റിജോയ്സിംഗ് ഇനീഷ്യേറ്റീവ് എന്നാണ്. ഫുൾ ഫോം നിങ്ങൾക്ക് അറിയണ്ട. ചിരി ഹെൽപ്പ് ലൈനിന്റെ ഫോൺ നമ്പർ നിങ്ങൾ എഴുതി വെക്കുക. 94 97 900 200. 94 97 900 200. എഴുതിച്ചോ? 94 97 900 200. ചിരി ഹെൽപ്പ് ലൈൻ പേരിടേന്. ഇത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത്, ഇത് എടുക്കുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ നിങ്ങൾ ജില്ല പറയണം, സ്ഥലം പറയണം, എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയണം, പഠനത്തിലുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ട് ആക്കുന്നുണ്ടെങ്കിൽ അത്, പിന്നെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അതൊരു മാനസിക പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുട്ടികൾക്ക് വിളിക്കാം. ഇതിലേക്ക് സൈക്കോളജിസ്റ്റിന്റെയും സൈക്കാട്രിസ്റ്റിന്റെയും മെന്ററുടെയും സേവനം സൗജന്യമായി കുട്ടികൾക്ക് ലഭിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. സേവനം സൗജന്യമായി കുട്ടികൾക്ക് ലഭിക്കും. ഫോൺ നമ്പർ അറിയാത്തവരുണ്ടോ? ഇതിന് ഓക്സ് കുത്താൻ പറ്റുമോ? ഓക്സ് കേബിൾ കുത്താൻ പറ്റും. ഓക്സ് കുത്താൻ പറ്റും. ഇതിന് നമ്പർ സ്ക്രീൻ വേണ്ട, സ്ക്രീൻ വേണ്ട. നമ്പർ മനസ്സിലായോ? 94 97 900 200. മറക്കരുത്. ഒറ്റ നമ്പർ കൂടി പറയട്ടെ. നേരം വൈകോ? നേരം വൈകോ? വൈകൂല. സ്കൂളിന്റെ പരിസരത്ത് ബീഡി സിഗരറ്റ് വിൽക്കാൻ പാടുമോ? പാടില്ലോ? പാടില്ല. എത്ര ഏരിയയിൽ വെക്കാൻ പാടില്ല? 7 അയലത്ത് വെക്കാൻ പാടില്ല. അറിയോ? എത്ര സ്ഥലത്ത്, എത്ര ഏരിയയിൽ വെക്കാൻ പാടില്ല അറിയോ? ആലോചിച്ചോളി. സമയമില്ലാത്ത എളുപ്പം ചുരുക്കണേ. സ്കൂളിന്റെ പരിസരത്ത് സിഗരറ്റ് വെക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. സിഗരറ്റ്, ഹാൻസ്, പുകയില ഉൽപ്പന്നങ്ങളൊന്നും വെക്കാൻ പാടില്ല. എത്ര ഏരിയ? ഏരിയ എത്രയാ? 100 മീറ്റർ. ഉത്തരം ശരിയല്ല. ആരോടും പറയരുത്. ഉത്തരോ 100 യാർഡ് എന്നാണ്, മീറ്റർ അല്ല. 100 യാർഡ്. യാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ? വാര. പണ്ടത്തെ കാലത്ത് അരവാര സോപ്പ് എന്നൊക്കെ നമ്മൾ 501 സോപ്പ് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. നിയമത്തിൽ പറയുന്നത് 100 യാർഡ് എന്നാണ്. 100 യാർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി 96 മീറ്റർ ഉണ്ടാവുള്ളൂ. ഈ 96 മീറ്റർ സ്ക്വയർ അല്ല, റേഡിയസ് ആണ്, ചുറ്റളവിലാണ്. സ്കൂൾ എന്നല്ല പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ്. അതിൽ അംഗനവാടി പെടാം, മദ്രസ പെടാം, സ്കൂൾ പെടാം, കോളേജ് പെടാം, ഒക്കെ പെടാം. അപ്പൊ നിങ്ങൾ എങ്ങാനും നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് ഒരു പുകയിലയോ ഒരു ബീഡിയോ ഒരു ഹാൻസോ എന്തെങ്കിലും വിൽപ്പന നടത്തുന്നുണ്ട് എങ്കിൽ അതും കൂടി നിങ്ങൾ പോലീസിന് ഒരു സഹായം നിങ്ങൾ ചെയ്തു തരണം. നിങ്ങൾ 100ക്ക് വിളിച്ചു പറയോ? 100ക്ക് വിളിക്കോ? വിളിച്ചു പറയോ? പറയൂലേ? പറയും. എത്ര ആൾക്ക് ധൈര്യമുണ്ട്? കുട്ടിയാൾക്ക് ധൈര്യം ഉണ്ടാവും. അവർക്ക് എന്താ സംഭവം അറിയില്ലല്ലോ, അതുകൊണ്ട് ധൈര്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വലിയൊരു വിളിച്ചറിയോ? വിളിച്ചു പറയില്ല. എന്താ കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോലീസ് സ്റ്റേഷനൊക്കെ ഹൈടെക്കാണ്. അവിടെ ലാൻഡ് ഫോൺ ആണെങ്കിൽ അതിന് കോളർ ഐ ഡി ഉണ്ട്. നിങ്ങൾ വിളിച്ചു പറയുന്ന നമ്പർ നമുക്ക് മനസ്സിലാവും. ഈ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ കടക്കാരനോട് ഇന്ന ആളാണ് എന്നെ പറ്റി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് തന്നത് എന്ന് ഞങ്ങൾ അവരോട് പറയും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. ആ വിശ്വാസം മാറ്റാൻ നിങ്ങൾ വിളിച്ചു പറയുന്നത് 100% സുരക്ഷിതമായി സീക്രട്ടായിട്ട് വെക്കാൻ പോലീസ് ഒരു സീക്രട്ട് മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറേക്ക് വിളിച്ചു പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അതിനൊരു പോലീസിന്റെ നടപടി ഉണ്ടാവും.
24 മണിക്കൂറിനുള്ളിൽ പോലീസിന്റെ നടപടി ഉണ്ടാവും. ലഹരി പദാർത്ഥമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമോ വിതരണമോ വിൽപ്പനയോ ബന്ധപ്പെട്ട് നിങ്ങൾ വിളിച്ചു പറയേണ്ട നമ്പർ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമ്പർ എഴുതിയേക്ക. ഒരു മൊബൈൽ ഫോൺ എത്ര നമ്പർ ഉണ്ടാവും? 10 അക്കം. ആദ്യത്തെ 4 അക്കം എഴുതുക. 99 95 99 95. എണ്ണി പോവുകയാണെങ്കിൽ 95 കഴിഞ്ഞാൽ അടുത്ത അക്ക ഏതാ? എണ്ണി കയറുകയാണെങ്കിൽ 96. അടുത്ത 2 അക്കം 96. 99 95. നെക്സ്റ്റ് അക്കം 96. നെക്സ്റ്റ് അക്കം 96. അപ്പൊ എത്ര അക്കായി? 6 അക്കായില്ലേ? ഇനി എത്ര അക്കം കുറവുണ്ട്? 4 അക്കം. ഈ 4 അക്കങ്ങളും 6കളാണ്. 6 6 6 6. നമ്പർ മനസ്സിലായോ? 99 95 96 6 6 6 6. കിട്ടിയോ? ഇതിലേക്ക് വിളിക്കാൻ പറ്റൂല. ഓൺലി ഫോർ വാട്സപ്പ്. ഇതിന്റെ പേരാണ് യോദ്ധാവ്. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ബീഡിയോ സിഗരറ്റോ സ്കൂളിന്റെ പരിസരത്ത് വിൽപ്പന നടത്തുന്നുണ്ട്, ബീവറേജിൽ നിന്ന് മദ്യം കൊടുന്ന് ഇവിടെ വണ്ടിയിൽ വെച്ച് ലൂസ് വിൽക്കുന്നുണ്ട്, കഞ്ചാവ് വിൽക്കുന്നുണ്ട്, MDMA വിൽക്കുന്നുണ്ട്, എന്തെങ്കിലും വിൽപ്പന നടത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു പറയല്ല, വാട്സപ്പ് ചെയ്യുക. എന്താ വാട്സപ്പ് ചെയ്യേണ്ടത്? വാട്സപ്പ് ചെയ്യുമ്പോൾ 3 സാധനങ്ങൾ ഉണ്ടാവണം. ആരാണ്, എപ്പോഴാണ്, എവിടെയാണ്. അല്ലാതെ ഇതിലേക്ക് വോയിസ് ഇട്ടിട്ട് കൈപ്പറ്റ AMLP സ്കൂളിനടുത്ത് കഞ്ചാവിന്റെ വിൽപ്പന ഉണ്ട്, മണ്ടിയേരി സേർ എന്ന് വോയിസ് ഇട്ടാൽ ആരും വരൂല. ഈ വാട്സപ്പ് എടുക്കുന്നതും തിരുവനന്തപുരത്താണ്. അപ്പൊ നിങ്ങൾ ജില്ല പറയണം, പോലീസ് സ്റ്റേഷൻ പറയണം, സ്ഥലം പറയണം. ഇപ്പൊ ഈ സ്കൂളിന്റെ മുന്നിൽ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്, ഞാൻ വരുമ്പോ കണ്ടു. അലിവി എന്നാണ് ആളെ പേരെന്ന് വിചാരിക്കുക. ആ അലിവാക്കാന്റെ പെട്ടിക്കടയിൽ ഹാൻഡ്സ് വിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടും ചെയ്തു. നിങ്ങൾ എങ്ങനെ അതിലേക്ക് വിവരം അറിയിക്കുക? ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ അലിവാക്കാന്റെ കട ഫോട്ടോ എടുത്തിട്ട് ഈ വാട്സാപ്പിലേക്ക് അയക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ. വീഡിയോ എടുക്കുന്ന ആൾ വിൽക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് എഴുതി വിടാം. അങ്ങനെ അലിവാക്കാന്റെ കടയിൽ ഹാൻഡ്സ് വിൽക്കുന്നുണ്ട്, നിങ്ങൾ പിടിക്കണം, എഴുതി വിടാം, വോയിസും വിടാം. ഇത് വിട്ട് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് വരും, അയാളെ പിടിക്കും. ഇനി എങ്ങനെയാ നിങ്ങൾ അയക്കേണ്ടത്? എപ്പോഴാന്ന് വേണം, ആരാന്ന് വേണം, എവിടെയാന്ന് വേണം. അപ്പൊ ഇവിടുത്തെ പരിപാടി എങ്ങനെ നിങ്ങളെ അറിയിക്കുക? മലപ്പുറം ജില്ല, ഇത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ അല്ലേ? കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൈപ്പറ്റ AMLP സ്കൂളിന്റെ പരിസരത്തുള്ള അലവി എന്ന് പറയുന്ന ആള് നടത്തുന്ന പെട്ടിക്കടയിൽ രാവിലെ 10 മണിക്ക് ബംഗാളികൾക്ക് ഹാൻഡ്സ് വിൽക്കുന്നുണ്ട് എന്നൊരു വോയിസ് ഇട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു പോലീസ് അവിടെ വരും, അയാളെ റെയ്ഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് അയാളുടെ പേരറിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ അയാളോട് പറയും, ഇന്നലെ ഇവിടെ വാർഷികയെന്നു, ഇന്നലെ ഒരു മൂപ്പരാൾ വന്നിട്ട് ഒരു നമ്പർ തന്നു, അതിലേക്ക് പേരൊക്കെ വേണമെന്നാ പറഞ്ഞു. കാക്ക നിങ്ങളെ പേരെന്ന് പറഞ്ഞേരി, നിങ്ങൾ ഹാൻഡ്സ് വിൽക്കണ പരിപാടി ഞാൻ നിർത്തി തരാന്ന് പറഞ്ഞിട്ട് അയാളോട് നിങ്ങളെ പേര് എന്ന് ചോദിച്ചാൽ അയാൾ നിങ്ങളെ തലെടുക്കും. അപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ തെരഞ്ഞു വരരുത്, യൂസ് യുവർ ബ്രെയിൻ. അപ്പുറത്തുള്ള കടക്കാരോട് ചോദിക്കുക, ആ പെട്ടിക്കട നടത്ത ആളെ പേരെന്താണ്? അപ്പൊ അയാൾ പറഞ്ഞുതരും, അയാളെ പേര് അൽബിയാണ്, മതി. ഇപ്പുറത്തുനിന്ന് വോയിസ് ഇടുക. പിറ്റേ ദിവസം പോലീസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ? പോലീസ് വരും, അയാളെ പിടിക്കും, അറസ്റ്റ് ചെയ്യും, ജീപ്പിൽ കയറ്റും. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടണം. എന്താ ലൈവ് ഇടേണ്ടത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നലെ ക്ലാസ്സിൽ കിട്ടിയ ഒരു നമ്പർ, അപ്പൊ തന്നെ കിട്ടിയ മെസ്സേജിന് പോലീസ് വന്നു. ഇന്നേ വരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 100 വാര ചുറ്റളവിൽ ഒരു പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം കാറ്റിൽ പരത്തി ഒരു കുറ്റകൃത്യം ചെയ്തിരുന്ന നമ്മുടെ നാട്ടുകാരനായ അൽവിഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട രംഗമാണ് ഈ കാണുന്നത്. ഇത് നല്ല ഒരു ഇതാണ്. മൂപ്പര് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുത്തിട്ട് വന്ന് നിങ്ങളെ കയ്യും കാലും മുറിച്ച് ചെറിയ കഷ്ണാക്കി അവിടെ മാങ്ങ ഉപ്പിലിട്ട കുപ്പിയിൽ ഉപ്പിലിട്ടിട്ട് ഈ സ്കൂളിലെ കുട്ടിയാക്ക് തന്നെ വിൽക്കും. എന്നെ തല്ലാൻ വന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് പിടിക്കുമ്പോൾ ഒന്നും മിണ്ടണ്ട, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, എന്താ അവിടെ പോലീസ്? നിങ്ങൾക്ക് അറിയില്ല, സംഭവം നിങ്ങൾക്ക് അറിയില്ല. അൽബിയാക്കാന്റെ പിടിയിൽ ഹാൻഡ്സ് ഉണ്ടല്ലോ, ഹാൻഡ്സോ സ്കൂളിന്റെ അടുത്തോ വിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തോ അയാൾക്ക് ഉറക്കാത്ത കയ്യില്ലട്ടോ എന്ന് പറയാ. വെറുതെ നിൽക്കുക, മനസ്സിനുള്ളിൽ മാത്രം പറയാ. എന്താ പറയേണ്ടത്? ഒരു കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയ ഒരു കുറ്റവാളിയെ, അത് നിങ്ങളെ സുഹൃത്താവാം, അയൽവാസിയാവാം, ഏറ്റവും അടുത്ത പരിചയക്കാരനാവും, ആരായിക്കോട്ടെ, അയാൾ ഒരു കുറ്റവാളിയാണ്.
പിടിക്കാൻ ഞാൻ വാട്സപ്പിലിട്ട ഒരു വോയിസ് മെസ്സേജ് കൊണ്ട് സാധിച്ചു എന്നൊരു സംതൃപ്തി മാത്രം. നിങ്ങൾക്ക് ആൻസർ തന്നെ എന്താണ്? ഇത് നമ്മൾ ക്ലാസ് എടുക്കാൻ പോണോടത്ത് കുട്ടികളൊക്കെ ആണെങ്കിലോട് ലഹരി പദാർത്ഥത്തിന്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കരുതെന്നാ പറയാ. പറഞ്ഞു കൊടുത്താൽ ഒരു എന്ത് ചെയ്യും? നേരെ ഗൂഗിളിൽ തപ്പും. എന്താ തപ്പുക? എന്താണത്? രണ്ടാമത്തത് എന്താണ്? എന്തിനാണ് അത്? മൂന്നാമത്തത് എവിടെ കിട്ടും? നാലാമത്തത് എന്താണ് വില? ഈ സാധനം ഒരു ഇതിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ഒരു ഗൂഗിളിൽ തിരഞ്ഞങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ? പേരെന്താണ്? പേര് സുരേഷ് എന്നാണ്. വീട് പൊന്മളയാണ്. ജോലി ചെയ്യുന്നത് വേങ്ങരയാണ്. എൻ്റെ പരിചയക്കാരായിട്ടുള്ള ഒരുപാട്, ഞാൻ ഒതുക്കൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് കുറേ പരിചയക്കാരായ ഒരുപാട് ആളുകൾ ഉണ്ട്. എന്താണെങ്കിലും ഈ 104 ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെന്റ്, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല കുറെ അധ്യാപകർ, പഠിച്ചുപോയ വിദ്യാലയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്നും സ്നേഹിക്കുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ. ഈ 3 തലത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കാണാൻ പറ്റിയുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും കാണണം, വീണ്ടും കണ്ടുമുട്ടണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലീസിന് ഇഷ്ടപ്പെടാത്ത ആളുകളാകും ഭൂരിഭാഗം. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നത് പോലീസ് അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടാവണം. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ അത് പങ്കുവെക്കാനാണെങ്കിലും പറയാനാണെങ്കിലും നമ്മളെ സന്തോഷങ്ങളാണെങ്കിലും തുറന്നു പ്രകടിപ്പിക്കാനാണെങ്കിലും കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം. അപ്പം നല്ല കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നത്. നിങ്ങൾ കാണുമ്പോൾ മിണ്ടാതെ പോകരുത്, ചിരിക്കണം. ഒരു ചായയും ഒരു പഴംപൊരിയും ഒക്കെ വാങ്ങി തന്നാൽ കുടിക്കുമോ എന്ന് ചോദിക്കണം. ഞാൻ ആന്ന് പറയും. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് കുടിക്കുന്ന ഒരു ചായക്കും നമ്മൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഒരു പഴംപൊരി പകുതിയായി കഴിക്കുന്ന ആ പഴംപൊരിയിലൂടെ കിട്ടുന്ന ആ ഒരു സൗഹൃദവും സന്തോഷത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ലഹരിയും ഇവിടെ ഒരു MDMA-ക്കും ഒരു ആൽക്കഹോളിനും ഒരു കഞ്ചാവിനും ഒരു നാർക്കോട്ടിക്സിലെ ഒരു സാധനത്തിനും നമുക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള നഗ്നമായ സത്യമാണ് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. സൗഹൃദമാണ് ഏറ്റവും നല്ല ലഹരി. സൗഹൃദമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. ആ സൗഹൃദം ഉണ്ടാവാനുള്ള നല്ലൊരു ഇടമായി ഈ ഒരു വേദി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാട്ടിസ്റ്റാണോ? നിങ്ങൾ കൂടെ പാടുമോ? ഡാൻസ് ചെയ്യോ? എനിക്ക് പാടാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എന്താ അറിയോ, ഈ ഒരു ദിവസം നമ്മളെ മനസ്സിന്ന് മായാൻ പാടില്ല. ഈ ഒരു ദിവസം നമ്മളെ മനസ്സിന്ന് മായാൻ പാടില്ല. നല്ല ഓർമ്മകളാണ് ജീവിതം മനോഹരാക്കുന്നത്. 100 വയസ്സ് നമ്മൾ ജീവിച്ചിരുന്നാലും 150 വയസ്സ് ജീവിച്ചിരുന്നാലും ഈ 104-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വൈകുന്നേരത്ത് ഇവിടെ ഇരുന്ന ഈ ഒരു സന്ധ്യയുടെ ഓർമ്മകൾ നമ്മൾ ഒരിക്കലും മാറാല കെട്ടി പോകാൻ പാടില്ല. ഓർമ്മകൾ ഉണ്ടാവണം. പാടി ഞങ്ങൾ കൂക്കുവോ? ഇല്ല. കൈയടിക്കോ? ഒന്ന് കൈയടിക്കോ? അത് പോരാ, ഒന്നുകൂടി വേണം. ഇത് ഹരാക്കാനൊന്നല്ല കേട്ടോ. ഇത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന സാധനം ബുർജ് ഖലീഫയിലും ബഡ്ജറ്റിലും ജാംജുമിലും ഒന്നും കിട്ടൂല. കിട്ടൂല. നമുക്കുള്ള സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സങ്കടങ്ങളോ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളെ ജീവിതത്തിലുള്ള സന്തോഷം നാളെ ഹർത്താലാണ്, സങ്കടേജ് വരണ്ടാനാണ് നിൽക്കുമോ? സങ്കടങ്ങൾ വന്നുകൊണ്ട് നിൽക്കും. പക്ഷെ നമ്മൾ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യാനുള്ള ഭാഗം മാത്രമാണ്. ജസ്റ്റങ്ങളൊന്നും കൈയെടുക്കൂല. വെള്ളക്കുപ്പിയുടെ വെള്ളം
കൈയടിക്കൂല. പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. ഒപ്പം പാടൂല. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിതുര ചിതറും കാട്ടരുവി. പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. അസൂയോണ്ടും കുറുമ്പോണ്ടും കുശുമ്പോണ്ടും കൈയടിക്കാതെ കണ്ട ഈ ദിവസം നാളെ നമ്മള് ദൈവമായി വന്നാലും പുനർജനിക്കൂല. Just a big clap. കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, ചിറകുള്ള മിഴികൾ, നനയുന്ന പൂവുകൾ, മനസ്സിന്റെ ഓരം ഒരു മലയടിവാരം, അതിലൊരു പുതിയ പുലരിയോ അറിയാമോ, നിനക്കറിയാമോ. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിതുര ചിതറും കാട്ടരുവി. പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. നല്ല കൈയടി എടുക്കൂലേ? എനിക്കല്ലോ ഈ ചെറിയ ചെറിയ മക്കൾക്ക് നല്ലത് ഉറച്ചിട്ട് ഉറക്കനെ ജസ്റ്റ് അപ്പൻ. അനുവാദമണിയ അഴകുന്നു നുള്ളുവാൻ, അനുവാദമറിയാൻ അഴകുന്നു നുള്ളുവാൻ, അറിയാതെ പിടയും ഇണയുടെ ചുണ്ടുകൾ, അതിലോലലോലം അതിമതി മൃദുഭാരം, അതിലൊരു പുതിയ ലഹരിയോ അറിയാമോ, നിനക്കറിയാമോ. കൂടെ പാടൂല. തുള്ളി തുള്ളി ഒഴുകും പൊരിയൊരു ചിതറും കാട്ടരുവി. പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. ഒരുമിച്ച് വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിയൊരു ചിതറും കാട്ടരുവി. പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. ഒന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മരിക്കുന്നത് വരെയും ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മയിൽ
ഈ 104-ാം വാർഷികം ആഘോഷിക്കുന്ന AMS സ്കൂളിന്റെ മനോഹരമായ ഈ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടി ആടിയും പാടിയും ഉള്ള നല്ല നിറമുള്ള ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയ ഇതിന്റെ എല്ലാ അധികാരി സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ ഇത്രയും മനോഹരമായ ഈ ഒരു പ്രൗഢമായ വേദി ഒരുക്കുന്നതിൽ ഒരുപാട് വിയർപ്പൊഴുക്കിയ ആളുകൾ ഇതിന്റെ പുറകിലുണ്ടാവും. വിയർപ്പൊഴുക്കിയ ഇതിന്റെ സംഘാടക സമിതിയെയും നാട്ടുകാരെയും അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള വിദ്യാർത്ഥികളെയും മുക്തകണ്ഠം അനുമോദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇനിയും കാണാം, ഇനിയും കണ്ടുമുട്ടാം, നല്ല ഓർമ്മകൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ സദസ്സിനെ അരമണിക്കൂർ കൊണ്ട് 6 മണിക്കൂറിന്റെ അനുഭൂതിയിലേക്ക് നയിച്ച് അറിവുകൾ സമ്മാനിച്ച് കളിയിലൂടെ തമാശകളിലൂടെ അറിവിലേക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ സബ് ഇൻസ്പെക്ടർ വേങ്ങര ശ്രീ കെ സുരേഷ് സാറിന് 1000 നന്ദി.